നമ്മൾ ചാമ്പ്യന്മാരാണെന്ന് തെളിയിക്കാൻ ഇനി ഡ്യൂറൻഡ് കപ്പ് നേടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എല്ലാ തവണയും പോലെ ഒരു പുതിയ ടീമും കൊണ്ടല്ല ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. മുംബൈ സിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവന്മാർ തോൽവി സമ്മതിച്ചു. അവന്മാരടിക്കാൻ നമ്മുടെ റിസർവ് പിള്ളേർ തന്നെ ധാരാളം. പോയി കൊന്നിട്ട് വന്ന ഹായ്, ഹോപ്പ് യു ഗൈസ് ആർ ഗുഡ് ആൻഡ് സേഫ്. ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ഭയങ്കര ഒരു ഹാർഡ് സ്റ്റേജ് കൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഉറപ്പായിട്ടും നമ്മളിതെല്ലാം ഓവർകം ചെയ്യും. അതിനിടയ്ക്ക് പല സാഹസങ്ങളും കാണിച്ച് പണി വാങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. ആൻഡ് ഇതിനിടയ്ക്ക് അലക്സാണ്ടർ കോയ്ഫിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു. എൻ്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്തപ്പോൾ പ്രൊസസ്സറും ബോർഡും SMBS ഒക്കെ അടിച്ച് പോയി. സോ സ്റ്റിൽ ഞാനത് ഫിക്സ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ്. ഇപ്പോൾ ഒരു ലാപ്ടോപ്പൊക്കെ വെച്ച് തട്ടിക്കൊണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് പുറമെ കുറച്ച് നോർമൽ ഫീവറും ഉണ്ട്. സോ മൊത്തത്തിൽ നല്ല സുഖമാണ്. സോ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മാൻ, വാട്ട് എ മാച്ച്! ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു തരത്തിലും വില കൽപ്പിക്കാതിരുന്ന ഡ്യൂറൻഡ് കപ്പിലെ ഫസ്റ്റ് കാഷ്വൽ മാച്ച് വൺ ഓഫ് ദ കോൾഡസ്റ്റ് മാച്ച് ആയി മാറിയിരിക്കുന്നു. 8 ഫ്രീക്കിംഗ് ഗോൾസ്! കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മാർജിനിൽ വിജയിക്കുന്നത്. യെസ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. ഇത് മുംബൈ സിറ്റി FCയുടെ റിസർവ് ടീമാണ്. പക്ഷേ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ അതിനേക്കാൾ ഒരുപടി മുകളിൽ നിന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഈ മത്സരം കണ്ടവർക്കറിയാം, ഇതൊരു ടഫ് മാച്ചോ ഒരു വലിയൊരു കോമ്പറ്റീറ്റീവ് സീനൊന്നും കാഴ്ചവെച്ചിട്ടുള്ള ഒരു മത്സരമായിരുന്നില്ല. എതിരാളികൾ പ്യുവർലി ബലഹീനരായിരുന്നു എന്നത് തന്നെയാണ് വിജയ കാരണം. മുംബൈ സിറ്റി FC അറ്റാക്ക് ചെയ്തില്ല എന്ന് മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ ഒരു തരത്തിലും മാർക്ക് പോലും ചെയ്തിട്ടില്ല. സോ ബോക്സിനകത്ത് പൂന്ത് വിളയാടാനുള്ള എല്ലാ സ്കോപ്പും ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്നു. അത് അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചു. എന്ന് വെച്ച് ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് പൊളി എന്നൊന്നും പറഞ്ഞ് വിലയിരുത്താൻ മാത്രമൊന്നുമില്ല. ബിക്കോസ് ഇത് അങ്ങനത്തെ ഒരു മത്സരം തന്നെയാണ്. പക്ഷെ ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് നോവ സദോയ്. ഗോൾ സ്കോറിങ്ങിനെ പറ്റിയിട്ടല്ല, പക്ഷെ ഏതൊരു പൊസിഷനിലും കൃത്യമായി അവൈലബിൾ ആകുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കിട്ടിയില്ല ക്വാളിറ്റിയാണ്. നോർമലി ഇനീഷ്യൽ കോമ്പറ്റീറ്റീവ് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യമായി വരുന്ന താരങ്ങൾക്ക് നമ്മൾ ഒരു എക്സെപ്ഷൻ കൊടുക്കാറുണ്ട്. പുള്ളി ആദ്യമായി വന്നതല്ലേ ഉള്ളൂ, ടീമുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനത്തെ ഒരു പരിപാടി ഈ മനുഷ്യൻ കാഴ്ചവെച്ചില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ടീമുമായി അത്രമേൽ പൊരുത്തപ്പെട്ട രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നോവ സദോയ് ഈ ഒരു മത്സരത്തിൽ പുറത്തെടുത്തത്. പിന്നെ നോവയുടെ മറ്റൊരു ക്വാളിറ്റിയാണ് ക്രോസുകൾ. പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ വിഫലമായ ക്രോസുകൾ തന്നെയാണ് വല നിറയ്ക്കുന്നതിൽ വിരസത കാട്ടുന്നത്. മലയാള പണ്ഡിതൻ തന്നെ. നോവയുടെ ക്രോസുകൾ ശക്തമായതോ വേഗമേറിയതോ അല്ല, പക്ഷെ കൃത്യമായി അളന്നു മുറിച്ച ക്രോസുകളും ത്രൂ ബോളുകളും. ആ കാഴ്ച വിരൽ ചൂണ്ടുന്നത് വരുന്ന സീസണിലെ വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. ആൻഡ് ക്വാമെ പെപ്ര ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുറച്ച് റൂമുകൾ വന്നിരുന്നു, പുള്ളിയെ നിലനിർത്താൻ പോകുന്നില്ല, ഒഴിവാക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്നത്തെ ഒരു ഒറ്റ മത്സരം കൊണ്ട് തന്നെ ആ ഒരു പ്രസ്താവനകളെല്ലാം തെറ്റാണ് എന്ന് ക്വാമെ പെപ്ര തെളിയിച്ചിരിക്കുകയാണ്. കിട്ടിയ സുന്ദര അവസരങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ക്വാമെ പെപ്ര ഉപയോഗിച്ചു. ആദ്യ ഹാട്രിക്കും അദ്ദേഹം നേടിയെടുത്തു. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിലെ പെപ്ര നോവ കൂട്ടുകെട്ടിൽ നോവയുടെയും ആദ്യ ഹാട്രിക്. കഴിഞ്ഞ സീസണിൽ നിർഭാഗ്യത്തിന്റെ ലേബൽ അണിഞ്ഞിരുന്ന ഇഷാൻ പണ്ഡിത ഈ സീസണിൽ തന്റെ പഴയ ലേബൽ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് സൂപ്പർ സബ്ബായി ഇറങ്ങി ഇരട്ട ഗോളുകൾ. ദിസ് ഈസ് ടൂ മച്ച്. പിന്നെ ഗോൾ വന്ന വഴിയിൽ ചുക്കാൻ പിടിച്ച കുറച്ച് പേരുകൾ: ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ, ഐമൻ, എയ്ബാൻ ആൻഡ് സഹീഫ്. ഈ ഒരു മത്സരത്തിൽ ഇവരുടെ എഫേർട്ട് അത്രമേൽ മികച്ചതായിരുന്നു. എയ്ബാൻ ആൻഡ് ഐമൻ എല്ലാം പൊസിഷൻ സ്വിച്ച് ചെയ്താണ് കളിക്കുന്നത്. ഇത് കോച്ചിന്റെ ഒരു എക്സ്പെരിമെന്റ് ആവാൻ തന്നെയാണ് സാധ്യത. ആൻഡ് ഒരു പരിധി വരെ അത് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ ഈ മത്സരത്തിൽ ഗ്രൗണ്ടിൽ ഉണ്ടായിട്ടും മിസ് ചെയ്തത് സോംകുമാർ എന്ന് പറയുന്ന ഗോൾ കീപ്പർ തന്നെയാണ്. പുള്ളി ഒന്നും മര്യാദയ്ക്ക് കാണാൻ പോലും സാധിച്ചില്ല. എന്തായാലും ഡ്യൂറൻഡ് കപ്പിലെ ആദ്യ മത്സരം വിജയിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങി. ഇനി അടുത്ത മത്സരം പഞ്ചാബ് FCയുമായിട്ട് 4-ാം തീയതി. ആഫ്റ്റർ ഓൾ മിഖായൽ സ്റ്റാറെ എന്ന് പറയുന്നത് ഒരു പുതിയ പരിശീലകനോ ഇതൊരു പുതിയ ടീമോ അല്ല, മറിച്ച് ഈ മത്സരഫലം ഒരു അറിയിപ്പാണ്. എവിടെ അവസാനിപ്പിച്ചുവോ അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നു എന്ന അറിയിപ്പ്.